തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ നടത്തിയ വായനാ ചലഞ്ചിൽ ആയിരക്കണക്കിന് കുട്ടികളോട് മത്സരിച്ച് വിമാനയാത്രയ്ക്ക് അർഹത നേടിയിരിക്കുകയാണ് വട്ടിപ്രം സ്വദേശി ആരാധ്യ എന്ന കൊച്ചുമിടുക്കി. പുസ്തകത്താളുകളെ കൂട്ടാക്കി ആകാശത്തോളം ഉയരത്തിലേക്ക് ചിറകടിക്കുകയാണ് ഈ 7ാം ക്ലാസ്സുകാരി. വട്ടിപ്രം മാങ്ങാട്ടിടം മാണിക്കൂത്തുവയലിലെ ഈ കൊച്ചുമിടുക്കിക്ക് വായന എന്നത് ഒരു മത്സരം മാത്രമായിരുന്നില്ല, അക്ഷരങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു. വായനാ ചലഞ്ചിൽ UP വിഭാഗത്തിൽ 4000 പേജുകൾ വായിച്ചാൽ മതിയായിരുന്ന സ്ഥാനത്താണ് നിശ്ചിത സമയത്തിനുള്ളിൽ 79 പുസ്തകങ്ങളിലായി 7814 പേജുകൾ ആരാധ്യ വായിച്ചു തീർത്തത്. കഴിഞ്ഞ വർഷങ്ങളിലും വായനാ പുരസ്കാരങ്ങൾ നൽകിയിരുന്നെങ്കിലും ഇത്തവണ ആദ്യമായാണ് വിജയികൾക്ക് ആവേശകരമായ ഒരു വിമാനയാത്ര സംഘാടകർ ഒരുക്കുന്നത്. ഈ ഒരു തലശ്ശേരി താലൂക്ക് ഈ പരിപാടി നടത്തുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലും ഈ പുരസ്കാരങ്ങളും മറ്റുള്ള രീതികളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷെ ഇത്രയും വാശിയേറി നമ്മളെ ഈ ഒരു വിമാനയാത്രക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുത്തത് ഈ ഒരു വർഷമായിരുന്നു. അപ്പൊ ഈ ഒരു മത്സരത്തിന് പങ്കാളിയാകാൻ തന്നെ വളരെയധികം ഉത്സാഹത്തോടെ വന്നതുകൊണ്ടാണ് ഈ ഒരു തലത്തിൽ മാത്രം ഇവിടെയുള്ള വായനശാലയിലെ ഓരോ കുട്ടികൾക്കും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ 79 പുസ്തകങ്ങളും 7814 പേജുകളുമാണ് ഞാൻ ഈ ഒരു വായനാ ചലഞ്ചിൽ വായിച്ചിട്ടുള്ളത്. UP അടിസ്ഥാനമാക്കി 4000 പേജുകൾ മാത്രമേ നമുക്ക് വായിക്കേണ്ടതുള്ളൂ. പക്ഷേ എനിക്കാവുന്ന തരത്തിൽ ഞാൻ 7814 പേജുകൾ വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു താലൂക്ക് നടത്തിയത് ഏറ്റവും നല്ല പരിപാടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മൊബൈൽ അഡിക്ഷൻ ആയിരിക്കുന്ന കാലത്ത് പുസ്തകങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റിയത് ഇത് ഇവരുടെ വളരെയധികം സഹായവും പ്രോത്സാഹനവും കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഈ നേട്ടത്തിനു പിന്നിലൊരു അതിജീവനത്തിൻ്റെ കഥ കൂടിയുണ്ട്. ചെറുപ്രായത്തിൽ വായിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയ, അക്ഷരസ്ഫുടതയില്ല എന്ന് മറ്റുള്ളവർ വിധിയെഴുതിയ ഒരു പെൺകുട്ടി. അവിടെ തളരാതെ ആ പോരായ്മയെ കുട്ടിയുടെ വലിയ കരുത്താക്കി മാറ്റാൻ അമ്മ ശ്രുതിയും കുടുംബവും കൂടെ നിന്നു. അമ്മയുടെ വാത്സല്യവും കൃത്യമായ വഴികാട്ടലും നൽകിയ പിന്തുണയിൽ വായിക്കാൻ ബുദ്ധിമുട്ടിയ അതേ കുട്ടി പുസ്തകങ്ങളിലൂടെ വായിച്ചു തന്നെ വളരുകയാണ്, അതിരുകളില്ലാത്ത വായനാ ലോകത്തിലേക്ക്. മറ്റൊരുത്തനോട് പറഞ്ഞു, പപ്പുവിന്റെ കാലം കഴിഞ്ഞടാ, തളർച്ചയായി പോയി. ഷെഡോ, പൊടിച്ചതല്ലേ, ഇനി മതി. അയാൾ എന്തിനാ ഇങ്ങനെ പാടുപെടുന്നത്? ഒരു തള്ളേം മക്കളെയും രക്ഷിക്കണ്ടേ? പാടുപെടാതൊക്കുമോ? നമുക്കുമില്ലേ തള്ളേം മക്കളും? കഥാപുസ്തകങ്ങളിൽ തുടങ്ങി ഇന്നിപ്പോൾ നോവലുകളും കവിതകളും വരെയുള്ള എല്ലാ വിഭാഗങ്ങളും ആരാധ്യയ്ക്ക് ഒരുപോലെ പ്രിയങ്കരമാണ്. വട്ടിപ്രം UP സ്കൂളിൽ പഠിക്കുന്ന ആരാധ്യ പഠനത്തിലും കലാകായിക രംഗത്തും ഒരുപോലെ തിളങ്ങുകയാണ്. വായന നൽകിയ കരുത്തിൽ കഥകളും കവിതകളും എഴുതുന്നു. നൃത്തം, സംഗീതം, മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, പ്രസംഗങ്ങൾ, മോണോ ആക്ട് എന്നിവയിൽ സ്കൂൾ സംസ്ഥാന തലങ്ങളിൽ തിളങ്ങിയ ഈ കൊച്ചുമിടുക്കി അബാക്കസ് സംസ്ഥാനതല പരീക്ഷയിൽ 1ാം റാങ്കും കരസ്ഥമാക്കിയിട്ടുണ്ട്. ചെറുപ്പം തൊട്ടേ മോക്ക് വായിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ വായിക്കുമ്പോൾ അക്ഷരസ്ഫുടത വളരെ കുറവായിരുന്നു. അപ്പം നമ്മളെ യുവജന വായനശാലയിൽ ചെറിയ ചെറിയ പരിപാടികൾ നടത്തും. അതിൽ പങ്കെടുത്ത് മോക്ക് പുസ്തകങ്ങൾ എടുത്തു വായിച്ചു കൊടുക്കുമായിരുന്നു ഞാൻ. പിന്നെ ഒരു മാഷ് എന്നോട് പറഞ്ഞു, നീ മോളെ പുറകെ തന്നെ ഓരോ പുസ്തകങ്ങൾ എടുത്ത് വായിക്കൂ, അവളെ പുസ്തകങ്ങൾ കാണിച്ച് അവളെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്താൽ നിനക്ക് എന്തായാലും മോളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറഞ്ഞു. അതിലൂടെ ഞാൻ സഞ്ചരിച്ചു. അങ്ങനെ ഓരോ പുസ്തകങ്ങളും വായിച്ചു കൊടുത്തതിന് ശേഷം മോള് പിന്നെ തനിയെ പുസ്തകങ്ങൾ ചെറിയ ചെറിയ കഥാബുക്കുകളായി എടുത്ത് വായിക്കാൻ തുടങ്ങി. ആ വായനയിലൂടെയാണ് ഇന്ന് മോള് ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നത്. അച്ഛൻ ഷൈജു, അമ്മ ശ്രുതി, അച്ചമ്മ ഭാർഗവി, അനിയൻ അശ്വിക് എന്നിവരടങ്ങുന്ന കുടുംബവും ആരാധ്യയുടെ ഈ വലിയ നേട്ടത്തിൻ്റെ ആഹ്ലാദത്തിലാണ്. അക്ഷരങ്ങളെ പ്രണയിച്ച് നാളെയുടെ വലിയ പ്രതീക്ഷയായി മാറുന്ന ഈ കൊച്ചുമിടുക്കി വായനയിലൂടെ ഇനിയും പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.